Good morning, ladies and gentlemen. അങ്ങനെ വെൽക്കം ടു ആൽബൻസ് ഒപ്പീനിയൻ. ആൻഡ് ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ പോയി കണ്ടൊരു സിനിമയാണ് വിടാമുയർച്ചി. ഞാൻ അത്യാവശ്യം വെയിറ്റ് ചെയ്തിരുന്ന സിനിമയായിരുന്നു. ബിക്കോസ് തല എന്ന് വിളിക്കാൻ പറ്റില്ല, അജിത് കുമാറിൻ്റെ ഒരു 2 ഇയേഴ്സിന് ശേഷം വരുന്നൊരു സിനിമയാണ്. ആൻഡ് എനിക്കിത് സത്യം പറഞ്ഞാൽ പുള്ളി എന്ന ആസ് എ പെർഫോമർ പുള്ളിയുടെ പടം എന്ന് നോക്കുമ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഐ മസ്റ്റ് സേ, ബിക്കോസ് പുള്ളിയുടെ കഴിഞ്ഞ 2 പടങ്ങൾ നിങ്ങൾക്കറിയാം, വലിമ ആൻഡ് തുനിവ്. അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് വേ ബെറ്റർ. ആൻഡ് എടുത്ത് പറയേണ്ടതായിട്ട് ടെക്നിക്കൽ ടീംസ് ഉണ്ട്. ആൻഡ് അതിനകത്ത് ഡയറക്റ്റഡ് ബൈ മകേഷ് തിരുമേനി. പുള്ളി തന്നെയാണ് സ്ക്രീൻ പ്ലേ. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു റീമേക്കാണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നൊരു സിനിമയുടെ ഒരു റീമേക്കാണിത്. അതൊരു വലിയ ഫേമസ് ആയ പടമൊന്നുമല്ല, ബിക്കോസ് ഐ ഹാവ് നെവർ സീൻ ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനത്തെ ഒരു പടം തന്നെ ഉണ്ടെന്ന് ഞാൻ ഈ സിനിമ ഇറങ്ങുന്നു എന്ന് അറിയുമ്പോഴാണ് ഞാൻ അങ്ങനത്തെ ഒരു പടം തന്നെ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ആ പടം ഇതിനെ ബേസ് ചെയ്ത് ഇറക്കുന്നതുകൊണ്ടായിരിക്കണം അത് പാരമൗണ്ട് പിക്ചേഴ്സ് ആയിരുന്നു ആ സിനിമ ഇറക്കിയത്. അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുകയും ഇത് സത്യം പൊങ്കലിൽ ഇറങ്ങുന്ന പടമായിരുന്നു. പക്ഷേ ഈ പാരമൗണ്ട് പിക്ചേഴ്സ് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ നിങ്ങൾ ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരത് ഫെബ്രുവരി 6 മാറ്റും, ഈ കഴിഞ്ഞ തേഴ്സ്ഡേ. അപ്പോൾ ഞാൻ തേഴ്സ്ഡേ പോയി കണ്ടില്ല. പിന്നെ ഇന്നലെ പോയാണ് കണ്ടത്. ടൈം കിട്ടിയത് ഇന്നലെയാണ്. സോ ഇപ്പോൾ ഇന്നലെ പോയി കണ്ടു. ഇന്നലെ രാത്രിയാണ് ഞാൻ പോയി കണ്ടത്. ആൻഡ് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഡയറക്ടർ തന്നെയാണ്. ആൻഡ് പുള്ളി എന്താ പറയുക, പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, ഇതൊരു വളരെ ബേസ് പടമാണ്. ഇറ്റ്സ് ലൈക്ക് പുള്ളി തന്നെ അന്ന് പറഞ്ഞു, അജിത് കുമാറിൻ്റെ ഒരു ഫാൻസിന് വേണ്ട മറ്റെന്തോ ക്ലാപ്പ് വർത്തി മൊമെൻറ്റ്സോ അല്ലെങ്കിൽ മാസ് പരിപാടിയോ മാസ് ഡയലോഗോ ഇല്ലോജിക്കലായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. ദിസ് ഇസ് ജസ്റ്റ് എ റിയലിസ്റ്റിക് ഫിലിം. ഇത് റിയലിസ്റ്റിക് പടമാണ്. ആൻഡ് അത് പുള്ളി അതേപടി തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് മാക്സിമം ഹി ഹാസ് ഡൺ ഇറ്റ്. ആൻഡ് ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫി ബൈ ഓം പ്രകാശ് എന്ന മനുഷ്യനാണ്. നല്ല കിട്ടിയ സിനിമാറ്റോഗ്രാഫി, എസ്പെഷ്യലി ആ ഒരു അസർബൈജാൻ എന്ന സ്ഥലത്തിൽ ആ ഒരു ക്ലൈമറ്റ് കാണിക്കുന്ന രീതിയിലുള്ള വളരെ ഹീറ്റായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ്. ആൻഡ് അതേപടി ഒരു കളർ ടോണും പിടിച്ചിട്ടുണ്ട്. സൺലൈറ്റ് ഒരു യെല്ലോയിഷ് ടൈപ്പ് ഒരു കളർ ടോൺ പിടിച്ചു. നല്ല രസമായി ചെയ്യിച്ചിട്ടുണ്ട് ആ കളർ ടോൺ ആണെങ്കിലും. പിന്നെ എഡിറ്റഡ് ബൈ NB ശ്രീകാന്ത്. എനിക്ക് ആ കൂടെ കുറച്ച് പേസിങ്ങിൻ്റെ പ്രശ്നം വന്നത് ഇതിൻ്റെ തുടക്കത്തിലുള്ള, അതായത് ആ ഒരു പാസ്റ്റ് 12 ഇയേഴ്സ് സിറ്റുവേഷൻ കാണിക്കുന്ന സംഭവമുണ്ട്. അത് മാത്രമല്ല എനിക്ക് പേസിങ്ങിൻ്റെ ഒരു പ്രശ്നം തോന്നി. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ചെറിയൊരു പോർഷൻ കഴിയുന്നു. പിന്നെ അങ്ങോട്ടേക്ക് എനിക്ക് പേഴ്സണലി പടം പേസിങ്ങിന് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഐ വാസ് ലൈക്ക് ഞാൻ ഇരുന്ന് പോയി ആ സിനിമ കണ്ട്. ഐ വാസ് ഇമേഴ്സ്ഡ് വിത്ത് ദ ഫിലിം. അതായിരുന്നു പറ്റി സംഭവം. ആൻഡ് മ്യൂസിക് ബൈ അനിരുദ്ധ് രവിചന്ദ്രൻ. അനിരുദ്ധ് മ്യൂസിക് ഇസ് ഓക്കെ. അതായത് പുള്ളിയുടെ എന്താ പറയുക, എന്താ പറയുക, നമ്മളൊരു ബെസ്റ്റ് വർക്ക് എന്നൊന്നും പറയാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആ കൂടെ ചെറിയൊരു പ്രശ്നം വന്നത്, എൻ്റെ ലൈക്ക് ആ ഒരു ടുവേഴ്സ് ദ ക്ലൈമാക്സ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയ്ക്ക് ആ പാട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു വിടാമുയർച്ചി ടൈറ്റിൽ ട്രാക്ക് പോലത്തെ ഒരു പാട്ട് വന്നിട്ടില്ലായിരുന്നു. അതിന് പകരം അവർക്ക് വേറെ എന്തെങ്കിലും ഒരു BGM ഒരു റാപ്പ് പരിപാടിയോ എന്തെങ്കിലുമൊക്കെ ഇടാമായിരുന്നു. ലൈക്ക് അതൊരു കുറച്ച് ഓഫായിപ്പോയി. ആ ഒരു പാട്ട് വാസ് ബിറ്റ് ഓഫ്. അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് വെരി ഗുഡ്. കിടിലോ ചെയ്തിട്ടുണ്ടായിരുന്നു. BGM ആണെങ്കിലൊക്കെ കിടിലോ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസസ് ഡൺ ബൈ സ്റ്റണ്ട് നമ്മുടെ സുപ്രീം സുന്ദർ കിടിലോ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു റിയലിസ്റ്റിക് ആണ്. ഏത് ഫൈറ്റ് സീക്വൻസ് ഞാൻ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആണ്. ത്രൂ ഔട്ട് ദ ഫിലിം ഇറ്റ്സ് റിയലിസ്റ്റിക്. ആൻഡ് ആ ഒരു ഇടി സീക്വൻസ് ആണ്, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്സ് ഒക്കെ നല്ല കിടിലോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഹമ്മറിൻ്റെ പരിപാടി അതൊക്കെ വേറെ ലെവലാണ്. ഞാൻ പറയാം, അജിത്തിന് ഹി ഹാസ് ദാറ്റ് പാഷൻ ടു ടേക്ക് റിസ്ക്.
അതാണ് പുള്ളീനെ നയിക്കുന്ന ഒരു സംഭവം. അഭിനയിച്ചിരിക്കുന്നത് അജിത് കുമാർ, അർജുൻ സർജ, തൃഷ, റെജീന കസാൻഡ്ര ആൻഡ് ആരം എന്ന് പറയുന്ന ഒരു പുതുമുഖമാണെന്ന് തോന്നി. ഞാൻ ഇതൊരു കേട്ടിട്ടില്ല അങ്ങനത്തെ ഒരാൾ. പക്ഷെ പുള്ളിയുടെ ശബ്ദം ഡബ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് സംവിധായകനാണ് പുള്ളിക്ക് ഡബ് ശബ്ദം കൊടുത്തേക്കുന്നത്. ഇറ്റ് വാസ് ഓക്കെ. പിന്നെ ഇതിനകത്ത് സ്പോയിൽ ചെയ്യാൻ വലുതായിട്ടൊന്നും ഇല്ലടേ. ലൈക്ക് ദേ ഹാവ് ട്രൈ ടു ഗിവ് എസ് സം സസ്പെൻസ് ആൻഡ് സ്റ്റഫ് ട്വിസ്റ്റും കാര്യങ്ങളും പ്ലോട്ട് ട്വിസ്റ്റൊക്കെ ആയിട്ട്. പക്ഷേ അത് അറ്റ് ടൈംസ് ഇറ്റ് വർക്ക്. അറ്റ് ടൈംസ് നമ്മളെ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെയാണ് സംഭവം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കുഴപ്പിക്കുന്നു. ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇതിനകത്ത് മറ്റേ അവർ വലിയ ട്വിസ്റ്റായിട്ട് പ്രതീക്ഷിച്ചത് ഞാൻ ഇപ്പോഴേ പറഞ്ഞ അർജുനാണ് ഇതിനകത്തെ വില്ലൻ. ബിക്കോസ് അത് യു ഓൾ നോ, അത് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി പടം ഇറങ്ങുന്നതിന് തലേ ദിവസം ഒരു പോസ്റ്റർ ഇറക്കി, ഒരു ഫേസ് ഓഫ് പോലത്തെ. അതുകൊണ്ട് യു ക്യാൻ ഈസിലി ഗെറ്റ് ഇറ്റ്. അപ്പോൾ അത് വലിയൊരു സ്പോയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന അർജുനാണ് വില്ലൻ. പുള്ളിയും റെജീന കസാൻഡ്രയുടെയും ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് റെഫറൻസ് പിടിക്കലാണ്. അതായത് നമ്മുടെ DC-യിലെ ജോക്കറും ഹാർലി ക്വീനും എങ്ങനെയാണോ അതുപോലെയാണ് അർജുനും റെജീന കസാൻഡ്രയിനകത്ത്. അതായത് അർജുൻ ജോക്കറും റെജീന കസാൻഡ്ര ഹാർലി ക്വീനും, അങ്ങനെയാണ് ഇതിനകത്ത് അവരുടെ ഒരു ലൈഫ് പോകുന്നത്. എസ്പെഷ്യലി അവരുടെ എങ്ങനെ അവർ കണ്ടുമുട്ടുന്നു എന്നുള്ള സീനൊക്കെ പറയുന്നത് അത് പക്ക ജോക്കറും ഹാർലി ക്വീനും തമ്മിലുള്ള ആ ഒരു അഫെക്ഷൻ പരിപാടി. ഒരു മറ്റേ എന്തോ ആക്രമശൈലത്തിൽ കാണുന്ന പോലത്തെ ഒരു സംഭവമൊക്കെയാണ് ഇതിനെ പിടിച്ചേക്കുന്നത്. വാസ് വെരി ഗുഡ്. കുഴപ്പമില്ല. ആ കൂടെ എനിക്ക് പറയാനുള്ളത് കുറച്ച് കൂടി ഒരു ടെൻഷൻ നമുക്ക് അവർക്ക് തരാമായിരുന്നു. ലൈക്കിനോ ആ ടെൻഷൻ എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് അവിടെ വളരെയധികം മിസ്സായിപ്പോയി എന്ന് തന്നെ ഞാൻ പറയണം. അവരെ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് കമ്മിങ്. ആ ഒരു സംഭവം അങ്ങ് വരുന്നില്ല. അതാണ് സംഭവം. ആൻഡ് ഇത് കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമ. ദാറ്റ് ഐ നോ, അത് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ അവരെ കുറ്റം പറയത്തുള്ളൂ. ബിക്കോസ് സാധാരണ ഈ ഡയറക്ടേഴ്സും ഒക്കെ വന്ന് ഹൈപ്പ് തന്നിട്ട് പോവും. ഇതിനകത്ത് ഈ ഡയറക്ടർ ഒരു തരത്തിലുള്ള ഹൈപ്പൊന്നും തന്നിട്ടില്ല. പുള്ളി അന്നേരെ പറഞ്ഞ് കട്ട് ആൻഡ് റൈറ്റ് ചെയ്ത് പറഞ്ഞ് ഞാൻ ഇങ്ങനത്തെ ഒരു പടമാണ് ചെയ്യുന്നത്, ഒരു മാസവും ഇല്ല, ഒരു കുന്തവും ഇല്ല എന്ന് പുള്ളി അന്നേരം വ്യക്തവും അടിവ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. സോ എനിക്ക് ഒരിക്കലും അയാളെ കുറ്റവും പറയാൻ പറ്റില്ല. And whatever he has said, he has done in this movie perfectly. And yeah, that's all about വിടാമുയർച്ചി. എനിക്കൊരു വൺ ടൈം വാച്ച്, ഇതൊരു ലൈക്ക് റീവാച്ച് വാല്യൂ ഉള്ള വരുന്ന പടമൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് അങ്ങനത്തെ സിനിമയിലിത് ദിസ് ഇസ് ജസ്റ്റ് എ വൺ ടൈം വാച്ചബിൾ ഫിലിം. അപ്പോൾ അതാണ് എനിക്ക് വിടാമുയർച്ചയെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾക്ക് സിനിമ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.